ഹലോ ഓൾ ഈ ക്രിസ്മസിന് ഒരു പ്ലം കേക്ക് നമുക്ക് തനിയെ ഉണ്ടാക്കി കഴിച്ചാലോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്ര നിസ്സാര കാര്യമാണ്. ഇത് വളരെ നിസ്സാരമാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രം വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു പ്ലമ്മിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ ഫുള്ള് കാണണം, സ്കിപ്പ് ചെയ്ത് പോവരുത്. ഇതേപോലെ ഇതേ ടേസ്റ്റിൽ ഇതേ രീതിയിൽ ഇതേ ടെക്സ്ചറിൽ നമുക്ക് അടിപൊളി ഒരു കേക്ക്, പ്ലം കേക്ക് ഈ ക്രിസ്മസിന് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? പോരെ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെക്കുന്നില്ല, അപ്പോൾ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് കുരുവില്ലാത്ത മുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയുടെ വെറൈറ്റി കളേഴ്സും അതേപോലെ തന്നെ ചെറിയുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാര അങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇത് നന്നായി മെൽറ്റായി വരുമ്പോൾ 1/4 കപ്പ് വെള്ളം കൂടി അതിനകത്ത് ഒഴിക്കാൻ മറക്കല്ലോ കേട്ടോ. ഇപ്പോൾ ഞാനിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഗരം മസാലയുടെ പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ എന്താണ് ചെയ്തത്, നമ്മളുടെ ഗ്രാമ്പു മാത്രം പൊടിച്ചെടുത്തതാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. അപ്പോൾ കാരമൽ ചെയ്ത് വന്ന പഞ്ചസാരയിലേക്കാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും ഈ പറഞ്ഞ ഗരം മസാലയും ഇട്ട് അതിനെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ വറ്റിച്ചെടുത്ത ഡ്രൈ ഫ്രൂട്ട്സാണ് ഇവിടെ ഇരിക്കുന്നതും. പിന്നീട് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളെന്ന് പറയുന്നത് 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെള്ളയും ചുമലയും വേർതിരിച്ചെടുത്തിരിക്കുകയാണ്. 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ബട്ടർ, 1.5 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയുമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. മുട്ട ഇവിടെ ഞാൻ വെള്ളയും ചുമലയും വേർതിരിച്ചാണ് എടുത്തിരിക്കുന്നത്, കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് വഴിയേ പറയാട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്താണ് ചെയ്യണ റെസിപ്പിയിലേക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളങ്ങനെ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിനെയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ശേഷം മുട്ടയുടെ വെള്ള, അതിലാണ് നമ്മൾ പണി തുടങ്ങുന്നത്. അപ്പോൾ മുട്ടയുടെ വെള്ള ഇനി അടിച്ച് പതപ്പിച്ചെടുക്കുക എന്നുള്ള ടാസ്ക്കാണ്. 1/2 കപ്പ് പഞ്ചസാര ഉണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, ആ പഞ്ചസാരയുമായി നമ്മുടെ മുട്ടയുടെ വെള്ളയെ അങ്ങനെ അങ്ങോട്ട് പതപ്പിച്ചെടുക്കുക. അതാ കണ്ടില്ലേ, നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വിപ്പ് ചെയ്യുമ്പോൾ സ്റ്റിഫാവുന്ന രീതിയിൽ അതിനെ പതച്ച് എടുക്കണം. അതായത് പാത്രത്തിൽ നിന്നും ഒഴുകിപ്പോവാത്ത രീതിയിലാക്കണം. നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ ഇതേ പരുവത്തിലായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഒരുപാടിട്ട് കുത്തി തിരുമ്മി നശിപ്പിക്കാനായിട്ട് ഇടയാവരുത്. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ചുമലയുണ്ടല്ലോ, മുട്ടയുടെ ചുമല, അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടറിനെയും സൺഫ്ലവർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ആ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി, മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് അതിനെ നല്ലൊരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. കുത്തി തിരുമ്മരുത്, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. പിന്നീട് ഇതിനകത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് അല്പം മൈദപ്പൊടി ഇട്ടതിന് ശേഷമേ ഇടാൻ പാടുള്ളൂ. അതെൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. കാരണം ഇല്ല എങ്കിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം ഈ ബാറ്ററിന് അടിയിൽ പോയി തങ്ങും. അപ്പോൾ കേക്കിൻ്റെ അടിയിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സൊക്കെ പോയി കിടക്കൂ, കഴിക്കുമ്പോഴേ പോവും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നാം. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നീട് ഞാൻ ഓറഞ്ചിൻ്റെ സെസ്റ്റാണ് ഇവിടെ ചേർത്തത്. അതിനകത്തേക്ക് കാരമൽ കളർ, അതായത് കേക്കിന് ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഷോപ്പിലൊക്കെ കിട്ടി കാരമലിൻ്റെ കളർ, അതുകൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഓറഞ്ച് സെസ്റ്റൊക്കെ ഇട്ടോ, അതായത് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അതൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ല ഒരു മണമൊക്കെ ഇപ്പോഴേ വരുന്നുണ്ട്. ശേഷം നമുക്ക് വേണ്ട ആവശ്യമായ എസൻസുകൾ, പൈനാപ്പിൾ എസൻസും വാനില എസൻസും ഗ്രാമ്പൂ പൊടിച്ചതുമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അടിപൊളി ഒരു പ്ലമ്മിൻ്റെ മണം ഇപ്പോഴേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബേക്കാവുന്നതിന് മുമ്പേ പ്ലം ഇവിടെ റെഡിയായി എന്നൊരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കണം. ഈ ഒരു ബാറ്റർ കണ്ടിട്ട് ആരും പേടിക്കേണ്ട, കാരണം 2 ടൈപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ് ഈ പ്ലം കേക്ക്. ഇത് ഞാനിപ്പോൾ ഇത്തിരി ഒരു ലൂസായ കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊന്ന് ഇത്തിരി തിക്കായ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എല്ലാം ബേക്കാവാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇതിന് ഇടയിൽ നമ്മൾ ആ ബേക്ക് ചെയ്യാനുള്ള ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കണം. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഏത് പാത്രത്തിലാണോ ചെയ്യുന്നത്. ഓറഞ്ച് സെസ്റ്റ് ഇച്ചിരി കുറവായിട്ട് തോന്നിയോണ്ടാണ് ഞാൻ ഇത്തിരി കൂടി ഇട്ടത് കേട്ടോ. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് ബട്ടർ തടകി ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് അതിനകത്തേക്കാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ഒഴിച്ച് നോക്കാം.
ബാറ്ററൊക്കെ ഒഴിച്ചതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓവനിൽ വെക്കുന്നതൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞു തരാഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 1 kg മുകളിലുള്ള ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 1 kg മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ് ഞാനിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് നല്ല സ്പഞ്ചിയാണ്, അതേപോലെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് മുറിച്ച് കഴിക്കാൻ പാടുള്ളൂ, കാരണം എങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അതിനകത്തേക്ക് ഇറങ്ങി വരികയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേ റെസിപ്പി ഫോളോ ചെയ്യണം. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഉള്ളിലെ ആ ഒരു ടെക്സ്ചറൊക്കെ എങ്ങനെയാണെന്നുള്ളത്. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ക്രിസ്മസിന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു പ്ലം കേക്ക് വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ. ഓക്കെ, താങ്ക്